നമസ്കാരം. ഡിഫോർമൻ ഫിലിം ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ അനുസരണം നടന്നതിനെക്കുറിച്ചുള്ള ജയൻസ് പറഞ്ഞ എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മലയാള സിനിമയിലെ ആ പഴയ ഓർമ്മകൾ പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മോടൊപ്പം ജയൻസ് പറഞ്ഞിൽ ശ്രീ ഷെരീഫ് സാർ, സ്വാഗതം. നമസ്കാരം. ഞാൻ ഷെരീഫ് കലവൂർ. എനിക്കിപ്പം പറയാനുള്ളത് ഈ ഒരു പുതിയ വ്യവസ്ഥയിലാണ്, സിനിമാ വ്യവസ്ഥ. സിനിമ പരാജയപ്പെടുന്നു 4 വർഷം കിടന്ന് കുട്ടിക്കൊണ്ട്. അതായത് ഇപ്പോൾ എങ്ങും വെച്ചല്ല, സിനിമ പിടിക്കുന്ന ഓരോ സ്ഥലങ്ങളിലും വെച്ച് കാട്ടിനും തോട്ടിനും പൂരത്തൊക്കെ വെച്ചാണ്. അതായത് ഒരു പാട്ടിൻ്റെ സീൻ ഒരു നിർമ്മിതാവിൻ്റെ ഒരു 2 കോടി രൂപയും കൊണ്ട് നിർമ്മാണം പിടിച്ചുകൊണ്ട് അമേരിക്കയിൽ പോകും, ഇല്ലെങ്കിൽ ലണ്ടനിൽ പോകും. അതുകൊണ്ട് പാട്ട് പിടിക്കുമ്പോൾ ആ കാശ് തീരും. സത്യത്തിന് പാട്ട് വേണമെന്നില്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. പാട്ടൊന്നും കേൾക്കാൻ കൊള്ളിയല്ല. പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഓണം, വിഷു ഇതിനൊക്കെ നല്ല നല്ല സിനിമകൾ ഇറങ്ങും. ജയൻ്റെ പടം പ്രത്യേകിച്ച്, ജയനും നസീറും കൂടെ അഭിനയിച്ച പടം, നസീർ ഡബിളായിട്ട് അഭിനയിച്ച പടം, ജയൻ ഡബിളായിട്ട് അഭിനയിച്ച പടം, ഇതൊക്കെ വരും. തിയേറ്ററിൽ ഭയങ്കര ആരവാണ്. അപ്പോൾ ഈ തിയേറ്ററിൻ്റെ പുറത്ത് കപ്പലണ്ടി കച്ചവടം, സോഡ കച്ചവടം, പഴം, അതുപോലെ തന്നെ ഇത് ചായ കച്ചവടം, ഇതൊക്കെ ഒരു ആരവമായിരുന്നു. ഒരു പ്രത്യേക അതായത് ടിക്കറ്റ് ചാർജും 1 രൂപ തൊട്ട് 3 രൂപ വരെ. 1 രൂപ ബെഞ്ചിന്, 2 രൂപ ചാര ബെഞ്ചിന്, 3 രൂപ കസേരക്ക്, 3 രൂപ വരെ. കുടുംബത്തോടുകൂടി വരും. ഇച്ചിരി സാമ്പത്തിക ശേഷിയുള്ളവർ 3 രൂപ കൊടുത്ത് കയറും. 10 പേര് കയറും 30 രൂപ. ഈ സാമ്പത്തിക തീരെ ഇല്ലാത്തവർ പിള്ളേരൊക്കെ വന്ന് ബെഞ്ചിനൊക്കെ 1 രൂപ കൊടുത്തിരിക്കും. ആ കാലഘട്ടമായിരുന്നു. അതായത് അന്ന് സിനിമ കാണുമ്പോൾ നമുക്കൊരു വേറൊരു ഗുണം കൂടെയുണ്ട്. നമ്മൾ വായിച്ച് പഠിച്ചതോ ഇല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള ഗ്രന്ഥങ്ങളിൽ നിന്ന് പഠിച്ചോ അതിലുപരി ചില എഴുത്തുകാരുണ്ട്. ആ എഴുത്തുകാർ മാതാപിതാക്കളെ സ്നേഹിക്കുന്നതും കുടുംബം സ്നേഹിക്കുന്നതും ആ സിനിമയിൽ കാണുന്നത്. മദ്യം വരുന്നവനാ, സിഗരറ്റ് വലിച്ച് വരുന്ന ഒന്നും ആ പടത്തിലില്ല. തിയേറ്റർ ജീവിതം, ആൾക്കാർക്ക് തിയേറ്ററിൽ പോയി സിനിമ നല്ലൊരു വിനോദമായിരുന്നു. വേറെ മറ്റു പരിപാടികളൊന്നുമില്ല. പിന്നെ ഉത്സവപ്പറമ്പിൽ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം കാതികന്മാർ കഥാപ്രസംഗം, ബാലെ, നാടകം, ഇതൊക്കെ നല്ല നല്ല ആൾക്കാരായിരുന്നു വന്നത് തിയേറ്റേഴ്സ്. അത് കൊല്ലം യൂണിവേഴ്സിറ്റി, വൈക്കം മാളവിക, എസൽപുരം സൂര്യസോമ, കൊല്ലം ഗീത, കൊല്ലം യൂണിവേഴ്സിറ്റി, ഇത് തന്നെ ആലപ്പി തിയേറ്റേഴ്സ്, ഹരിശ്രീ, കൊച്ചിൻ സംഘമിത്ര, കോഴിക്കോട് ചിരന്തന തിയേറ്റേഴ്സ്, കലിങ്ങ തിയേറ്റേഴ്സ്, KPSC, കൊച്ചിൻ നാടകവേദി, കൊല്ലം അസീസി, ഇതെല്ലാം വന്ന് കളിക്കും. ഇതൊക്കെ രസമായിരുന്നു. ഒരുപാട് കാതികന്മാരും, സാംബശിവൻ, ചേർത്തല ശശികുമാർ, ആര്യാട് ഗോപി, പിന്നെ കിടാമംഗലം സദാനന്ദൻ, ആലപ്പി രമണൻ, ഇങ്ങനെയുള്ള കാതികന്മാരും. ബാലെ ട്രൂപ്പ് ആണെങ്കിൽ ഒരുപാട്, സോമരാജും സംഘവും, ആലപ്പുഴ കലാഭവൻ പാർട്ടി, അല്ല അത് ഒരുപാട് ഇത് നല്ലൊരു ആഡംബരമായിരുന്നു ആ കാലഘട്ടം. ഇത്ര ധനമില്ല, ഇത്ര ആഡംബരമില്ല, ഇതൊക്കെ ഒരു കുളിർമയാണ് പരിപാടിയായിരുന്നു. അതായത് നാടകത്തിൽ സംവിധാനം ടേക്ക് പറയണ്ട, കോസ്റ്റ് കാണിക്കാൻ പറയണ്ട, ഒന്നും പറയണ്ട. നാടകത്തിൽ പഠിച്ചും കയറിയാണ് തട്ടേ നിന്നാൽ കരയിപ്പിച്ച് കളയും. വൈക്കം മാളവിയുടെ മിക്ക നാടകവും ഞാൻ കാണുന്നതായിരുന്നു. അഭിനയ ചാതുര്യം കൊണ്ട് കരയിപ്പിച്ച് കളയും ആൾക്കാർ. അത്രയും കഴിവുള്ള നടന്മാർ സിനിമയിലും ഉണ്ടായിരുന്നു അന്ന്. ആസ്യമാണെങ്കിൽ കൊടകട എന്നുള്ള ചിരി, എല്ലാവരും ഭയങ്കര ഉത്സവം വരെ പൊട്ടിയുള്ള ചിരിയാണ്. എന്നാൽ അതിലുപരി കരയിപ്പിക്കുകയും ചെയ്യും. അതിൻ്റെ ഒരു ഉദാഹരണമാണ്. അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് സത്യം മാസ്റ്റർ തന്നെയാണ്. സത്യം മാസ്റ്റർ മുമ്പിൽ നിന്ന് അഭിനയിക്കുന്നത് കണ്ടാൽ ജീവിക്കണമെന്ന് തോന്നുന്നു. അങ്ങനെ ഒരുപാട് സിനിമകളുണ്ടായിരുന്നു സത്യം മാസ്റ്റർ എല്ലാവരും. അപ്പം ഇപ്പം ഇതുപോയിട്ടൊന്നുമില്ല. ഇപ്പം ചിരിക്കണമെങ്കിൽ ഇക്കിളിടണം. സത്യൻ മാസ്റ്റർ വളരെ നമ്മുടെ മുമ്പിൽ നിന്ന് ജീവിക്കുകയാണ്, അഭിനയിക്കണം. അതാണ് ആ മനുഷ്യനെ ഇപ്പോഴും ആൾക്കാർ പോയിക്കൊണ്ട് നടക്കുന്നത്. ഒരു കറുത്ത് കുറുതായിട്ടൊരു മനുഷ്യനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒക്കെ ഭയങ്കരം. നസീർ തന്നെ പല പടത്തിലും ഹാസ്യമായിട്ടും നസീറിൻ്റെ പഴയ പടങ്ങൾ കാണണം. വളരെ ഭാവാഭിനയം, നല്ല അഭിനയം. അതുപോലെ ജയൻ സാർ ഒരുപാട് പടത്തിൽ ദുഃഖത്തിനും അന്നൊക്കെ തിയേറ്ററിൽ ഭയങ്കര ആരവമായിരുന്നു. തിയേറ്ററിൽ ഈ രംഗം ആരവവും കയ്യടിയുമായിരുന്നു. ഇപ്പോൾ കയ്യടി മേടിക്കാൻ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഈ മലയാള സിനിമ ഇംഗ്ലീഷാണെന്നുള്ള കാരണമേ തിയേറ്ററിൽ കയറിയ നമ്മളിപ്പോൾ ആദ്യം കാണുന്നത്, ഇപ്പോൾ കാണുന്നത് എന്താണ്, ഡോൾബിയാ, DLB, അതൊക്കെയാണ് ഇപ്പം സൗണ്ട്. അങ്ങോട്ട് കയറി ഇംഗ്ലീഷ് അങ്ങോട്ട് പൊട്ടിച്ചു വിടും. ഇംഗ്ലീഷ് സ്റ്റൈലാണെങ്കിൽ ഒരു കാര്യം തെറ്റുപറ്റി. ഇംഗ്ലീഷ് ആയിരങ്ങൾ വർഷങ്ങളായി. ഈ മലയാളം ഇറങ്ങിയിട്ട് 10-200 കൊല്ലമായിട്ടുള്ളൂ നന്നായിട്ട് മലയാളം സംസാരിക്കാനായിട്ട്. സംസ്കൃതി തമിഴിലേക്ക് പോയി തമിഴിൽ നിന്നാണ് മലയാളം വന്നത്. മലയാളമാണ് നമുക്ക് മലയാളക്കരയിൽ മലയാളം. ഇതിൽ മിക്ക സിനിമയിലും ഇംഗ്ലീഷ് കാണിച്ച് ബോറടിപ്പിക്കുകയാണ്. അതാരും പ്രതികരിക്കുന്നവരുണ്ട്, ആരും ചെവികൊള്ളുന്നില്ല. ഈ ഇംഗ്ലീഷ് പറയണമെങ്കിൽ നമുക്ക് വീട്ടിൽ സ്വന്തം പറഞ്ഞ് ഇപ്പോൾ ഒരു ഓഡിയൻസിന് മുമ്പിൽ ഇംഗ്ലീഷ് അറിയാവുന്നവരുണ്ട്, ഇംഗ്ലീഷ് അറിയാൻ മേലാത്തവരുണ്ട്, തീരെ കുറഞ്ഞവരുണ്ട്. ഇവരോടൊക്കെ മലയാളത്തിൽ പൊതുവേ പറയാം. നമ്മൾ മലയാള നാടുകാരല്ലേ,
മലയാളത്തിൽ പറഞ്ഞു കയറി. അതല്ല, ഒരു തോക്കുവിടെ കൈ വെച്ചിങ്ങനെ അമാര് ഇങ്ങനെ കറക്റ്റ് ഡയലോഗ് ഇംഗ്ലീഷ് വില്ലനോട്. ഇങ്ങനത്തെ വില്ലവരെ ഉണ്ടാ. പണ്ടങ്ങനെയല്ല, ഒരുത്തനോട് പറയുന്നില്ല, നീ എന്നോട് കളിച്ചാൽ ഞാൻ നിന്നെ കളി പഠിപ്പിച്ചു തരും, ഞാൻ ആരാണെന്ന് നീ കണ്ടുപിടിച്ചു, അത് വില്ലൻ. നയം വാ പോടാ പോട്ട്, നീ വേറെ ആണുങ്ങളെ നോക്ക്. ഇങ്ങനത്തെ ഒരു സാധാരണ നാട്ടിൻപുറം ഭാഷയായിരുന്നു. ഇപ്പോൾ അത് മാറി വേറെ ലെവലിലായി. അപ്പം അതൊക്കെ സ്റ്റാൻഡേർഡാണെന്ന് പറഞ്ഞാൽ കാണിക്കുന്ന ഒരു സ്റ്റാൻഡേർഡുമില്ല. സിനിമാ ലോകം ഇരിക്കുന്ന തീരെ താഴെ കിടക്കുന്നവനാണ്. വലിയവൻ പെരടാത്തിരുന്ന് കാശുളം പെരടാത്തിരുന്ന് കാണും, ഇല്ലാത്തവൻ തിയേറ്ററിൽ പോയി കാണും. അപ്പോൾ ആ ലെവലിലായിരുന്നു ഒരു ആഘോഷവും ആരവുമായിരുന്നു അന്ന്. ഇപ്പോഴും ഞാൻ ഓർമ്മയുണ്ട്, ഒരു ആകാശദൂത് സിനിമ, എൻ്റെ ഒരു ബന്ധു വണ്ടിപ്പെരിയാർ താമസമുണ്ട്. ഞാൻ അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞ് ബോർഡി മാറ്റേണ്ട കാട് പ്രദേശമല്ലേ, ആ ഒരു സിനിമക്ക് പോവാം. അങ്ങനെ ആകാശദൂത് കാണാൻ പോയി, മാധവിയും മുരളിയും. അപ്പോൾ അവിടെ തമിഴ്ക്കാരാണ് മുഴുവൻ. തമിഴ്ക്കാരെന്ന് പറഞ്ഞാൽ അവിടുത്തെ എസ്റ്റേറ്റ് ജോലിക്കാരാണ് അവർ. അവരുടെ ഒരു വിനോദമാണ് സിനിമ. താഴെ മുകളിലോട്ടൊക്കെ ഒരേ പേര്, ഞങ്ങളും ആ ചാരി ബെഞ്ചിൽ പോയിരുന്നു. ഒരു പകുതിയായപ്പം ഒരുത്തി പറഞ്ഞു അഴുകാന്നടി. ഞാൻ ഈ അഴുകലറിയാം, അന്ന് എനിക്കറിയാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ അതെന്താണ്? അത് കരയാതെ എന്ന് പറയുന്നത്. ചത്ത വീട്ടിലിരുന്ന് നിലവിളിക്കുമ്പോൾ അള്ളാക്ക് വെക്കണമെല്ലാം കൂടെ. ആ സീൻ കണ്ടിട്ട് തമിഴന്മാരാണ്, ആ സംവിധായകൻ്റെ തലയെന്താണ്, അഭിനയിച്ചവരുടെ തലയെന്താണ്, പഠിക്കണം. അഴുകാനടി സിനിമയാണ് എന്ന് പറയുന്നത്. അതായത് കരയല്ലേ, ഇത് പടമാണ് എന്നിട്ടും അവർ കരയില്ല. കാരണം അതിൻ്റെ അഭിനയമാണ്, ആ കഥയുടെ വച്ച. ഇങ്ങനെ ഇന്നിത് വല്ലതും ഉണ്ട്. അതാ തിയേറ്ററാണെങ്കിൽ പണ്ട് ഇംഗ്ലീഷുകാരൻ പറഞ്ഞ തിയേറ്റർ, ഈ തോട്ടത്തിലെ ആൾക്കാർക്ക് കയറാൻ വേണ്ടിയിട്ട് പഴയൊരു മോഡൽ തിയേറ്റർ. ഇന്ന് ഹൈടെക് തിയേറ്റർ, പോക്കറ്റ് കാലിയാണോ തിയേറ്റർ. ഇറങ്ങി വരുമ്പോൾ വിയർത്ത് തുടച്ച് ഇറങ്ങി വന്നത് AC ഇരുന്നാലും. കാരണം ചായ കുടിക്കാൻ കാശില്ല പിന്നെ സാധാരണക്കാരൻ്റെയും. അത് ഇങ്ങനെയൊക്കെ ഉള്ള ഒരവസ്ഥയാണ് ഇപ്പം. എങ്കിലും ഇനി കല വിജയിക്കുന്നെങ്കിൽ ചെയ്യേണ്ടത് തുച്ഛമായ കാര്യത്തിനെല്ലാം ഇറക്കുക. ഇപ്പോൾ ഈ OTP ഓടിച്ചിട്ട് പിടിച്ചിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളെ. അതും കാണിക്കില്ല. ഇനിയിപ്പോൾ പഴയ തിയേറ്റർ സംസ്കാരം അതും തെറ്റിത്തിരക്കി ഇവർക്ക് കയറേണ്ട ഒരു കാശാണ്. കാരണം 200 രൂപ ടിക്കറ്റിനാണ്. പഴയ ടാക്കീസ് വരണം, സിനിമ കണ്ടു കഴിഞ്ഞാൽ താങ്ക് യു, എല്ലാവരും താങ്ക് യു പറഞ്ഞ് വിടുക. അതൊക്കെ ഇനി ആ സംസ്കാരം തിരിച്ചു കൊണ്ടുവരണം. ഇരുട്ടത്ത് കാണിക്കുന്ന കലയാണ് സിനിമ. ഞങ്ങളിത് കാണാൻ വേണ്ടി ആ കാലത്ത് സൈക്കിളേ ഉള്ളൂ. ഒരു സൈക്കിളെ 3 പേര്, അതും വീട്ടിൽ കാരണവന്മാരുടെ സൈക്കിളായിരിക്കും. സെക്കൻഡ് ഷോക്ക് പോകും 3 പേരും. പോച്ചും വന്ന് ഈ വല്ല പാടശേഖരത്തിൽ കൊയ്തിട്ട് വീടിൻ്റെ അടുത്ത് തന്നെ വല്ല കച്ചിലൊക്കെ കാണും, അതേ കിടന്ന് തുടങ്ങും നേരം വെളുക്കും വരെ. എന്നാലും മനസ്സിന് ഉന്മേഷമായിരുന്നു. അന്ന് 3 പേരും കൂടെ ചവിട്ടി സിനിമ 3 പേരും കൂടെ പോയി തിരിച്ചു വരുമ്പോൾ അതിനെക്കാട്ടി ഉന്മേഷം. കാരണം സിനിമയുടെ രംഗങ്ങൾ നല്ല രംഗങ്ങളാണ്. നല്ല ഫൈറ്റും കാര്യങ്ങളൊക്കെ അന്നുമുണ്ട്, നല്ല പാട്ടുകളുമുണ്ട്, നല്ല ഹാസ്യം ഒക്കെ നല്ല രസങ്ങളായിരുന്നു. സിനിമയിൽ അന്ന് നമ്മൾ ഈ ഇപ്പോഴത്തെ സിനിമ എഴുതി കാണിക്കും, ഇതിൽ കാണിക്കൊന്നും അനുകരിക്കില്ല എന്ന്. പണ്ടത്തെ സിനിമയിൽ എഴുതി കാണിക്കില്ല, കാരണം ഒന്നുമില്ല. നല്ല പാട്ട്, നല്ല നൃത്തം, നല്ല സ്റ്റണ്ട്, നല്ല വസ്ത്രമാണെങ്കിലും നായകൻ കൊടുക്കുന്ന കൈരമുണ്ട് ഷർട്ട് വേണമെങ്കിൽ അത് തീരുമ്പോൾ അത് തന്നെ ആയിരിക്കും കാണിക്കണം. ഇപ്പം പല വേഷത്തിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ആൾക്കാരുടെ മുമ്പിൽ ഡ്രസ്സ് ഇട്ടാൽ മോശമല്ലേ എന്നുള്ളൊരു ധാരണ സിനിമയിലൂടെ ഉണ്ടാക്കിയിരിക്കണം. കലയിലൂടെയും സിനിമ നല്ലൊരു വാർത്താ മാധ്യമമായിരിക്കണം, നല്ലൊരു ഉപദേശ സമിതി ആയിരിക്കണം സിനിമ ഉണ്ടാക്കുന്നവർ. എങ്കിലേ അതൊക്കെ വിജയിക്കുകയുള്ളൂ. വിജയിക്കണമെങ്കിൽ അതുതന്നെ ഒരു പാട്ട് പിടിക്കാൻ സിംഗപ്പൂർ, അമേരിക്ക, യൂറോപ്യൻ പ്രദേശങ്ങളെല്ലാം, പിന്നെ ബാക്കി ദുബായിലെ മരുഭൂമി, ഇതിൻ്റെയൊന്നും ആവശ്യമില്ല. ഇപ്പോൾ കുഞ്ചാക്കോ സാറൊക്കെ ചെയ്ത പോലെ ഒരു മതമില്ലാത്ത എല്ലാം ഉണ്ടാവും. ഒരു സിനിമ ഒരു സീൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സീനിന് അതേ ചെടിക്ക് തന്നെ പെയിൻ്റ് അടിക്കുകയാണ്, എന്നിട്ടാണ് ഇട്ട് കാണിക്കുന്നത്. അത് അമേരിക്കൻ ടെൻഡറിലൊന്നും പോകണ്ട, എല്ലാ പടവും വിജയിച്ച് എല്ലാത്തിനും കാശ് വാങ്ങി. അപ്പം സിനിമാ ലോകം കൂടെ നിലനിർത്തണം. അപ്പോൾ ജയൻ സാർ ഉണ്ടായിരുന്നപ്പം ജയൻ സാർ കണക്ക് പറഞ്ഞൊന്നും കാശ് വാങ്ങിയാലാണ് അങ്ങനെ അറിഞ്ഞിരിക്കുന്നത്. ജയൻ സാറിന് അന്ന് 75,000 രൂപ വരെ വന്നെങ്കിലും 50,000 രൂപ കൊടുക്കണം. ഈ ആരിവാസൻ സാറ് ഏതാണ്ട് അന്ന് പകുതി 50,000 കൊടുത്തായിരുന്നു. ലാസ്റ്റ് മിച്ചം വന്ന് 25,000 വീട്ടിൽ കൊണ്ട് കൊടുത്തത്. ഷീലാമ്മയുടെ കൊണ്ട് 50,000 രൂപ സിനിമ പിടിക്കാൻ കൊടുത്ത്, ഷീലാമ്മ തിരിച്ചു കൊടുത്ത്. നസീർ സാറിനടുത്ത് ഏൽപ്പിച്ച് 50,000 രൂപ അതുകൊണ്ട് തിരിച്ചു കൊടുത്ത്. അങ്ങനെയൊക്കെ തിരിച്ചു കൊടുക്കുമായിരുന്നു. ഇന്നൊക്കെ ആണെങ്കിൽ ഒരാൾ മരണപ്പെട്ടു പോയി തിരിഞ്ഞു നോക്കിയാൽ ആ ഒരു ഇതാണ്. കല അന്ന് തന്നെയാണ്, ജയൻ സാറിൻ്റെ കാലത്ത് തന്നെയാണ് കല നല്ലത്. കലയും അതിൽ ഉൾപ്പെട്ട എല്ലാ കാര്യങ്ങളും, പെരുമാറ്റം, ആൾക്കാരുള്ള സ്വഭാവം ഒക്കെ. പ്രേം നസീറിനൊന്നും മേക്കപ്പ് വേണ്ടാത്ത മനുഷ്യനായിരുന്നു. ഏതാണ്ട് ഈ കുങ്കുമപ്പൂവിൻ്റെ കളറായിരുന്നു അദ്ദേഹം. KP ഉമ്മറും അതുപോലെ തന്നെ. ഈ ഒരു കാലഘട്ടത്തിൽ നടന്മാർ ഏത് കോരക്കാർക്കും എന്തും കോസ്റ്റ് കാണിക്കാനൊക്കെ നടനാണ് എന്നിട്ട് കാണിക്കാൻ. അങ്ങനെ ഇപ്പോൾ ഒരുപാട് നടന്മാരുണ്ട്. നടികളൊക്കെ ജീവിതം കുറേ നാൾ കഴിയുമ്പോൾ അതുമൊക്കെ ചീത്തയായി പോവുകയാണ്. ആരും ഒന്നും ചെയ്യാനുമില്ല, സഹായിക്കാനുമില്ല. പഴയ നടന്മാർ ഇപ്പോഴത്തെ നടന്മാരുടെ വ്യത്യാസം, പഴയ നടന്മാർ ദയ, സ്നേഹം, കാരുണ്യം ഇതൊക്കെ അവർക്കുണ്ടായിരുന്നു. അവിടെ പറഞ്ഞു ഇപ്പോഴത്തെ നടന്മാർക്ക് അതൊന്നും മനസ്സിലില്ല. എന്തെങ്കിലും നോക്കണം, യൂട്യൂബിൽ അടിച്ച് നോക്കണം നടന്മാരുടെ പേരറിയണമെങ്കിൽ, ഇല്ലെങ്കിൽ അവരെ കണ്ടിട്ടുള്ളതെങ്കിൽ. പഴയ കാലത്തെ നടന്മാർ നല്ല സ്നേഹമുള്ളവരായിരുന്നു. കാരണം അവർക്ക് കഷ്ടപ്പാടറിയാം, ജനങ്ങളുടെ വേദന അറിയാം.
ജനങ്ങളുടെ ബുദ്ധിമുട്ടറിയാം. അവർ ഈ കൊണ്ടുവന്ന 8 വീതം 50 പൈസ തിയേറ്ററിൽ കൊണ്ടുവന്നുള്ള കഷ്ടപ്പെട്ടാണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവർ ജനങ്ങളോട് ഒരു പ്രതിബദ്ധത ഉണ്ടായിരുന്നു അവർക്ക്. അവരൊക്കെ ആരാണെന്ന് എന്താണെന്നും എല്ലാം നമുക്കറിയാം. ഈ ജയൻ സാർ ഉൾപ്പെടെ എല്ലാ ജനങ്ങളും പലർക്കും പല സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അവർ തിയേറ്ററിൽ കാണുന്ന പോലെ തന്നെയാണ് പുറത്തും ആൾക്കാരോടൊക്കെ പെരുമാറിയിരുന്നത്. ഈ നസീർ സാർ എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ ഒട്ടുമിക്ക ആൾക്കാരും തമിഴ്നാട് ഉൾപ്പെടെ ഒരുപാട് സഹായം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനെ പോലെ തന്നെ മറ്റുള്ള നടന്മാരും. എന്തിന് പഴയ നടന്മാർ നമ്മുടെ ഓർമ്മയിൽ നിൽക്കും. PSC ചോദ്യത്തിന് ഞാനത് എഴുതിയതാണ്. ഏറ്റവും കൂടുതൽ മലയാള സിനിമയിൽ അഭിനയിച്ച നടനാരാണ്? അടൂർ ഫാസി. ഏറ്റവും കൂടുതൽ സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ച നടനാരാണ്? പ്രേം നസീർ. ഏറ്റവും കൂടുതൽ നായികയായിട്ട് അഭിനയിച്ച നടിയാരാണ്? ഷീല. അപ്പോൾ ഇതൊക്കെ അന്നത്തെ കാലത്ത് പ്രേക്ഷകരുടെ മനസ്സിലുള്ള കാര്യങ്ങളാണത്. ഇപ്പം ഒരു നടനെ നടിയെ നമുക്ക് അറിയണമെങ്കിൽ ഗൂഗിളിൽ അടിച്ച് നോക്കണം. ഈ ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ അതിൻ്റെ പേര് പോലും നമുക്കറിയാനൊക്കെ ഉള്ളൂ. ഒരു പ്രതിബദ്ധത അവർക്കുമില്ല. ജനമൊട്ട് അത് കേൾക്കുന്നുമില്ല, കാണുന്നില്ല. കാരണം ഒന്നും ചെയ്തിട്ട് കേൾക്കുന്നില്ല, ഒന്നും അവർക്ക് ചെയ്യാനുമില്ല. വരിക ക്യാമറയുടെ മുമ്പിൽ നിൽക്കുക, എന്തെങ്കിലും കാണിച്ചിട്ട് പോവുക എന്നല്ലാതെ വേറെ അവർക്കൊന്നുമില്ല. ഇപ്പം അതിനെക്കാട്ടി ഉപരി സംവിധായകർക്കും ഉള്ള പരിപാടി നടന്മാർക്കോ ഓരോ രാജ്യങ്ങൾ ഓടിയാണ് എടുക്കുന്നതാണ്. ഈ കഴിഞ്ഞ വിക്രമൻ്റെ ഒരു സിനിമ വന്നായിരുന്നു ഐയിൽ നല്ല ക്യാമറ വർക്ക്, എല്ലാം വിദേശത്താണ്. ആ പടം ഉദ്ദേശിച്ച കച്ചവടം കിട്ടിയില്ല. ഭയങ്കര പടം, ത്രില്ലായ പടം അതിൽ അങ്ങനെയുള്ള ഇതൊക്കെ. പക്ഷേ ആ പടം നാട്ടിൽ വെച്ചൊക്കെ തന്നെ എടുക്കാവുന്ന പടങ്ങളാണ്. അത്രയും നഷ്ടം വയ്യാലായിരുന്നു. അപ്പോൾ ഇങ്ങനെ സിനിമാ ലോകം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും പല പുതിയ തലമുറ ഇതൊക്കെ കണ്ടാൽ പഠിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഒരുപാട് ലൊക്കേഷൻ നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട്. തിയേറ്റർ സംസ്കാരം ഒരുപാട് മാറാനുണ്ട്. കാരണം ഈ പുതിയ മോഡൽ എന്നുള്ള ഒന്നും കൊള്ളുകയില്ല. ഇപ്പോഴും പഴയ ഓല തിയേറ്ററാണ് ഇഷ്ടപ്പെടുന്നത്. കാരണം അതിൽ സിനിമ കാണാൻ ഫാൻ വേണ്ട, AC വേണ്ട, വളരെ സുഖമായിട്ടിരുന്ന് കാണാം. എന്താണ് കാരണം? ആ സ്ക്രീൻ നല്ലതാണ്, അന്നത്തെ സൗണ്ട് നല്ലതാണ്. ഇതിൽ നമ്മുടെ അയൽത്തരത്തുള്ള അമ്മ പെങ്ങന്മാർ സുഹൃത്തുക്കളെല്ലാം ഒരുമിച്ച് ബെഞ്ചിലോടെങ്കിലും പരസ്പരം കാണാം, വിചാരിക്കും. ഇതിപ്പം ഇപ്പോഴത്തെ തിയേറ്ററിൽ തൊട്ട് ഉരുമിയിരുന്നാൽ പോലും അറിയില്ല, ആളറിയില്ല. പണ്ട് ഉത്സവപ്പറമ്പും ഈ തിയേറ്ററൊക്കെ ആയിരുന്നു പ്രേമം മുട്ടിടുന്നത് പരിചയം കാണുമ്പോൾ. അപ്പോൾ ആണുങ്ങൾ തമ്മിൽ കാണപ്പെടാ, നീ എന്നെ വിളിക്കാതെ പോകുന്നത്? ഞാൻ ഇന്നലെ തൊട്ട് കാത്തിരുന്നതല്ലേ, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? അപ്പോഴേ തിയേറ്ററിൽ വെച്ച് കാണുമ്പോൾ അപ്പോൾ അടുത്താളും പറയണം, എടാ അവന് സൈക്കിളിൽ ഞാനത് കൊണ്ടുവന്നത്, എടാ എൻ്റെ സൈക്കിൾ ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ പറഞ്ഞൊരു സ്നേഹം അവിടെ വെച്ച് പങ്കിടും. അപ്പോൾ അപ്പുറത്തെ അയൽത്തരത്തെ ചേച്ചിമാരും പെണ്ണുങ്ങളൊക്കെ അവിടെ വന്നിരിക്കും. അവർ ഇവരോട്ട് കണ്ട് അവരും കുശലം പറയുമ്പോൾ കപ്പലണ്ടി പിടിച്ച് തന്നെ സിനിമ കാണുമ്പോൾ സന്തോഷമായിട്ട് പോരും. ഇന്ന് തൊട്ടം ഇരിക്കുന്നവർ പോലും കണ്ടാൽ അറിയാലോ, മിണ്ടിയില്ല. വളരെ ഇരുട്ടാണ് മൾട്ടിപ്ലക്സ് തിയേറ്റർ. എന്നിട്ട് ഇങ്ങനെ കാണിക്കുന്ന കുറച്ച് ഗോഷ്ടി കാണിക്കില്ല സിനിമകളകത്ത്. ഗോഷ്ടി കാണിക്കലും കുറേ കാശ് വാരി എറിയലും, അല്ല അഭിനയവും ഇല്ല, രംഗങ്ങളും ഇല്ല. സത്യൻ്റെ പഴയ കായംകുളം കൊച്ചുണ്ണി സിനിമ വന്ന് കണ്ടാൽ ഇപ്പോഴത്തെ കായംകുളം കൊച്ചുണ്ണി നാണം കെട്ടുപോകും. ജയൻ്റെ ഇത്തിക്കരപ്പക്കി, ആ ജയൻ്റെ ജമ്പുലിംഗം, ആ ഒരു സാധനം ഇപ്പോഴും കാണിച്ചാൽ ഭയങ്കരമാണ്. ജയനന്ന് ഫേമസ് അല്ല, അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമാണെന്ന് തോന്നുന്നു. ആ പടം വെള്ളയാണിപ്പരമുള്ളത്തൊരു രംഗമാണ് ജയൻ്റെത്. ജയനന്ന് വാൾപ്പേറ്റും സ്റ്റണ്ടുമൊക്കെ നടത്തിയിട്ട് നസീർ ഇയാൾക്ക് വസൂരി വന്ന് കണ്ടിട്ട് നസീർ രക്ഷിക്കുകയാണ്. അങ്ങനെ രംഗമായിരുന്നു. നല്ല അഭിനയജാതിയുള്ള പടവും. അന്ന് ഓരോ തിയേറ്റർ ഉണ്ടായിരുന്നു, മേളിൽ ഷീറ്റുണ്ടായിരുന്നു, ഇരിക്കാനും സുഖമാണ്, ഫാൻ പോലും വേണ്ടായിരുന്നു, ബെഞ്ച്. കഠിനാധ്വാനം ചെയ്തിപ്പോൾ അതിരിച്ച് ഇരിക്കുമ്പം ഒരാശ്വാസമായിരുന്നു ജനങ്ങൾക്ക്. ഇന്ന് തിയേറ്ററിൽ പോയിരുന്ന അപ്പോൾ ഉറങ്ങിപ്പോകും. കാരണം ഈ തണുപ്പും സീറ്റിൻ്റെ സുഖവും. സിനിമ കാണാനൊക്കെയല്ല, അടുത്തിരിക്കണം, തട്ടി വിളിക്കണം. പണ്ടതല്ല, സിനിമ ഉഷാറായിട്ട് അവിടെ ഇരിക്കാം, 4 വശത്തുള്ള കാറ്റ്, എല്ലാം AC ഇല്ല, നല്ല ക്ലിയറായിട്ടിരിക്കുക. പിന്നെ ഇത് കൂടി വന്ന് വളരെ മൾട്ടിപ്ലക്സ് എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പം അതിനൊക്കെ ഒരേ പേരുണ്ടല്ലോ. ഈ പണ്ടൊക്കെ ഈ ജയൻ്റെ കാലഘട്ടത്തിലെ തിയേറ്ററുകളിൽ ഒരു രസമുണ്ട്. നമ്മളിവിടുന്നൊക്കെ ചില്ലറ ഒപ്പിച്ചെന്ന് 1 രൂപയോ 1.5 രൂപയൊക്കെ മതി സിനിമ കാണാൻ. അവിടെ ചെന്ന് ഇരിക്കുമ്പോഴാണ് ഫിലിം ഓടിക്കുന്ന ആളെ കിട്ടാൻ അതെ പെട്ടി എത്തിയിട്ടില്ല, പെട്ടി എത്തണമെങ്കിൽ കുറച്ച് സമയം പിടിക്കും, മാറിയിട്ട് പടം തുടങ്ങുന്നില്ല. അപ്പോൾ നമ്മളാകത്ത ആൾ എപ്പോഴാണ് ഈ പെട്ടി വരുന്നത്? അന്ന് പെട്ടിയും ഒരു ഫിലിം റെപ്രസെൻറ്റേറ്റീവും കൂടെ വരണം. അപ്പം അന്ന് ബസ്സിലൊക്കെ അല്ലേ വരുന്നത്, ഇന്നത്തെ പോലെ ഒന്നുമില്ലല്ലോ. പെട്ടി വരാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ താമസിക്കും. ഉടനെ തിയേറ്റർ ഫിലിം കുറക്കേണ്ട ആളുകൾ ഈ ഓടിക്കുന്ന പടം തന്നെ ഇന്നുകൂടെ ഓടിക്കുകയാണ്. പെട്ടി നാളെ കാണിക്കാൻ പറ്റുള്ളൂ, സമയം പോയി. അത് പിന്നെ രണ്ടാമത്തെ ഒന്നുകൂടെ കയറി കണ്ടേക്കും. പിറ്റേന്ന് അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ഞായറാഴ്ച വരും, അത് മാറ്റിക്കാറെന്ന് പറഞ്ഞ് വരുമ്പം അതല്ല രസം. അന്നത്തെ സിനിമ ഓടിക്കുന്നവരും ടിക്കറ്റ് കയറുന്നവരൊക്കെ ഏണ്ട് ഞങ്ങൾ താരപദവിയാണ്. ഇവരാണ് സിനിമ ഉണ്ടാക്കണം എന്നുള്ളതാണ്. പ്രായത്രയല്ലേ ഉള്ളൂ. ആശാൻ പേടിയിൽ നിന്ന് ഫിലിം കുറക്കണ ആളെന്നുവെച്ചും പറയും സിനിമ കറക്റ്റ് ടൈമിൽ തന്നെ കറങ്ങുമെന്നും പറഞ്ഞ് ഇയാളകത്തോട്ട് പോകും. ടിക്കറ്റ് അപ്പം തന്നെ ടിക്കറ്റ് വെല്ലടിക്കുമ്പം സിനിമ. അപ്പോൾ അന്നത്തെ ആ പ്രായത്തിനനുസരിച്ച് ഈ കൊമ്പം മീശയൊക്കെ വെച്ച് ഈ ഫിലിം കുറക്കണം, ഇയാളാണ് ഇതിൻ്റെ വലിയ ആൾ, ആരാധനയായിരുന്നു.
അതെ, ഈ പിന്നെ പെട്ടി വരും, ജയഭാരതി ജയനൊക്കെ ഉറങ്ങിക്കിടക്കുന്ന പെട്ടി, അത് കൊണ്ടുവന്ന് ഞങ്ങളെ കാണിക്കാൻ വേണ്ട ഒരു പരിഭവം. ഭക്ഷണമൊക്കെ ചെന്ന് ചിലപ്പോൾ 8 മണിക്കായിരിക്കും തുടങ്ങണത്. അന്ന് ഫിലിം റെപ്രസെൻറ്റേറ്റീവ് ഉണ്ട്, അവർ പറയും വണ്ടി തടസ്സപ്പെട്ടു പോയി, അവിടെ നിന്ന് പോയി, ഇവിടെ നിന്ന് പോയി എന്നൊക്കെ പറഞ്ഞാണ് ഈ സിനിമ കാണിക്കുന്നത്. ആ സിനിമയ്ക്കൊരു ഗുണമുണ്ടായിരുന്നു, അത് മനസ്സിൽ തങ്ങി നിൽക്കുമായിരുന്നു. മനസ്സിൽ തങ്ങി നിൽക്കുന്നതല്ല എൻ്റെ കഥ. അഭിനയിക്കുന്നവർ വളരെ കഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ എല്ലാവരും അന്ന് നാട്ടുമ്പുറത്ത എല്ലാവരും ആണ് പെണ്ണ് ഒഴിയ ജാതി വ്യത്യാസം ഇല്ലാതെ എല്ലാവരും കാണും. പക്ഷേ ഇത് കൊണ്ടുവരുന്നത്, ഈ പെട്ടി കൊണ്ടുവരുന്നത് ക്ഷേത്രങ്ങളിലൊക്കെ ഈ തിടമ്പേറ്റി വന്ന ആനേനെ പോലെയാണ് സ്വീകരിക്കുന്നത്. വളരെ ലാഘവത്തോടെയാണ് സ്വീകരിക്കുന്നത്, വളരെ ബഹുമാനത്തോടെ സ്വീകരിക്കുന്നത്. പെട്ടി കൊണ്ടുവന്നവന് വേറെ റൂം, സിനിമ കളിക്കുന്നതിന് റെപ്രസെൻറ്റേറ്റീവ് കൊണ്ട് ഒരുപാട് നന്നായി. അങ്ങനെ ഒരു റെപ്രസെൻറ്റേറ്റീവാണ് വന്നപ്പോൾ നമ്മുടെ ചാക്കോ സുമാരക്കുറുപ്പ് കൊന്നത്. ആ കാലഘട്ടം അതായിരുന്നു. സ്വന്തം അവർക്ക് വണ്ടി മേടിക്കാനുള്ള കാശൊന്നും ഇല്ലായിരുന്നു. അതൊരു വല്ലാത്ത കാലഘട്ടവും നല്ലൊരു കാലഘട്ടമായിരുന്നു. ഒക്കെ അങ്ങനെ പോയത്. ഇനിയിപ്പം അതൊന്ന് ഓർമ്മിച്ചെടുക്കാൻ പോലും നമുക്ക് പറ്റാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ ഒരുപാട് പുരാണ പടം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയൊക്കെ തകർന്ന് പോയി. കൊള്ളിയേല, ഒന്നും കഥയും കൊള്ളിയേല, അഭിനയവും കൊള്ളിയേല. ഒരുജാതി വല്ലാത്തൊരു കാലഘട്ടം. അതിനാണ് കുഞ്ചാക്കോനെ പഠിക്കേണ്ടത്. ഈ വടക്കം പാട്ടുകളിലൊക്കെ എന്ത് വർണ്ണനയാണ്, എന്തൊരു രസമാണ്. ഈ പ്രദേശങ്ങളിലൊക്കെ നല്ല ഷൂട്ടിങ്ങായിരുന്നു. കണ്ണപ്പുള്ളിയൊക്കെ കുതിരപ്പുറത്ത് നസീറും ജയനും കൂടെ കുതിരപ്പുറത്ത് കയറി ഇതേ ഈ തോട്ടറമ്പിലോട്ട് ആണ് പോണത്. അങ്ങനെ ആ തോട്ടറമ്പി വരെ പോയി അവിടെ നിന്ന് നോക്കിയിട്ട് തിരിച്ചു വരും. അപ്പം പുത്തൂരം പെട്ടി രണ്ടുപേരും കൂടെ വരുമ്പോൾ തിക്കുറിച്ച് വയസ്സായിട്ടിരിക്കും. കാരണം വരി കണ്ണപ്പുരുള്ളി എവിടെയായിരുന്നു? ഈ ഷൂട്ടിങ് കാണാൻ രസമായിരുന്നു, സിനിമ കാണാൻ രസമായിരുന്നു. ആ പുത്തൂരം പിടക്കി എന്നാൽ പൊളിച്ച് കളഞ്ഞ്. അപ്പോൾ അതൊക്കെ എന്ത് രസമായിരുന്നു. ഈ പ്രദേശങ്ങളൊക്കെ നല്ല വിനോദകരമായ സിനിമ പിടിച്ച സ്ഥലമായിരുന്നു. ഇപ്പോൾ ഇറങ്ങണ പുരാണ പടം ഒന്നും കൊള്ളിയില്ല. അന്നത്തെ വേഷം ഷീല വിജയശ്രീയൊക്കെ കുളിക്കണ കുളം കുളിച്ച് കയറുമ്പോൾ നേരെ ആങ്ങളേനെ കാണുന്നു, ചന്തു ആങ്ങളേനെ കാണുന്നു. ഉണ്ണിയാർച്ച പറയുന്നത് ഇത് ആരോമണി തുമ്പോലാർച്ച പറയുന്നു നേരെ ആങ്ങള പാൽക്കഞ്ഞി തയ്യാറായി നേരെ ഭക്ഷണം കഴിക്കുന്ന കാര്യം. ഇതൊക്കെ നല്ല ഡയലോഗും സംഭാഷണങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ ഒരു കാലഘട്ടം. ഇനി അതൊന്നും തിരിച്ചു വരികയില്ല. ഈ സ്റ്റുഡിയോ കോമ്പൗണ്ടിൽ വേറൊരു ഗുണമുണ്ടായിരുന്നു. അന്ന് ഈ സ്റ്റുഡിയോ ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ തെക്കേറ്റതാണ് പുത്തൂരം വീട്. ഈ പുത്തൂരം വീടാണ് യഥാർത്ഥ വടക്കംപാട്ടിൻ്റെ കലവറ. ആ വീട് ഞാനിപ്പോൾ മലപ്പുറത്ത് ജോലി ചെയ്യായിരുന്നു. ഇത് പൊളിച്ചു പോകുമെന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ പൊളിച്ച് ആ വീട് ഞാനെടുത്ത് സെറ്റ് ചെയ്തേനെ. അത് അതേപോലെ തന്നെ ഈ ഉദയ കുഞ്ചാക്കോ വന്ന് താൽക്കാലിക സെറ്റ് ഇടിയല്ല, വടക്കംപാട്ട് പടം പിടിച്ചപ്പം തൊട്ട് ആ ഉഗ്രമായിട്ട് തൂണും വാതിലും ഒക്കെ വടക്കംപാട്ട് രീതി ചെയ്തതാണ്. അതൊരുപാട് സിനിമ നടത്തുന്നുണ്ട്. അതിൻ്റെ തൊട്ട് തെക്ക് വശത്ത് കാംലോട്ട് ഇപ്പം തുടങ്ങി. അന്ന് അത് വിജനമായി കിടക്കുകയായിരുന്നു. അതിലൂടെ ഞങ്ങൾ ഷൂട്ടിങ് അതിനകത്തോട്ട് കയറണം. അപ്പോൾ പുത്തൂരം വീട്ടിൽ ആരൊക്കെയാണ്? കവിയൂർ പൊന്നമ്മ കൊച്ചുപെണ്ണാണെങ്കിലും അന്ന് അമ്മ വേഷം, കവിയൂർ പൊന്നമ്മ അമ്മ വേഷം, കണ്ണപ്പുരുണ്ണി, ആരോമനുണ്ണി, ചന്തു എല്ലാവരും അതിനകത്തായിരുന്നു. ജയൻ്റെ ഒരു സുരാസു എന്ന് പറഞ്ഞൊരു പടത്തിലുണ്ട്. ജയൻ എല്ലാവരും അവിടെ അഭിനയിക്കാൻ യഥാർത്ഥ വീട് പോലെ തന്നെ പുരാണ പടം. ആ പുരാണ പടത്തിൻ്റെ 4 ഉള്ളിയാൽ ഇപ്പം ഇറങ്ങണം. ഇപ്പം വെറുതെ ചുമക്കലും കുരക്കലും ഉള്ള ആവശ്യമില്ലാത്ത മ്യൂസിക്കും. പണ്ട് മ്യൂസിക്കല്ല, ചെണ്ടക്കൊട്ടി പട്ടിനെ പേടിപ്പിക്കുന്ന പോലെ ഈ ഉടുക്കൂട്ടി പേടിപ്പിക്കണമെന്ന് ഒന്നുമില്ല. യഥാർത്ഥ ഡയലോഗ്, ഈ ഉദയാശ്രീയുടെ വാതിക്കൽ ഒരു തെങ്ങുണ്ടായിരുന്നു. അതാരും കണ്ടിട്ടില്ല. അതൊരു 10-40 പിള്ളേർക്കുണ്ട്. എൻ്റെ ഒരു ചെറിയ ഓർമ്മയാണ് ആ തെങ്ങ്. ആ തെങ്ങ് കിവിളിത്തെങ്ങായിരുന്നു. നിറച്ച് തേങ്ങ പിടിക്കണം. ഉണങ്ങിപ്പോയാൽ വെട്ടിക്കളഞ്ഞാന്ന് അറിയാൻ പാടില്ല. കുറേ കാലം മുമ്പേ അത് പോയി തീർന്നത്. അതിൻ്റെ വീട്ടിലൊക്കെ ഈ മുത്തിക്കടവും പിടിച്ചൊക്കെ ഉണ്ണിയാർച്ച വന്നിരിക്കുമായിരുന്നു. അന്നത്തെ ഷൂട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ കാലഘട്ടമാണ്. ഇപ്പം പുരാണ പടം 1, 2, 3 ഇറങ്ങി വെറുതെ കുറേ നാടും അതിൻ്റെ കഥ പോലും ഒറിജിനലല്ല. ഇനി ഇറങ്ങാനും ഇരിക്കുന്നെന്ന് പറയുന്നു. കൊട്ടാരക്കരയുടെ കുഞ്ഞാലി വരയ്ക്കാൻ അത് ഇവിടെയെങ്കിലും പിടിച്ചല്ലേ, ചന്ദ്രധാര പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. ഭയങ്കര പടമായിരുന്നു. അതുപോലെ കായംകുളം കൊച്ചുണ്ണി, ഉദയയിൽ പിടിച്ച എല്ലാ പടവും നല്ലതായിരുന്നു. ഇപ്പോൾ കാരണം ജയനുണ്ടായിരുന്നെങ്കിൽ ഈ കായംകുളം കൊച്ചുണ്ണി ഇറക്കിയേനെ, ജയനെ കൊണ്ട് ഇറക്കിയേനെ. അത് PG വിശ്വംഭരന സാധാ മറ്റായിരുന്നു എൻ്റെ ആൾ. ആലപ്പി ഷറീഫ് കഥ എഴുതാമെന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു പോയി. അത് ഇറങ്ങിയിരുന്നെങ്കിൽ ഇപ്പോഴും ഒരു പടമായിരുന്നു. അത് ഉദയയിൽ തന്നെ പടം ചെയ്യാന്നുള്ള പ്ലാനായിരുന്നു. ഇതിൽ വേറെ രസമുണ്ട്. ഉദയാട എക്സൽ പ്രൊഡക്ഷൻസിൻ്റെ പേരിൽ ഒരുപാട് പടം ഇറങ്ങിയായിരുന്നു. അതിലെല്ലാ പാട്ടുകളും ഒന്നിനൊന്ന് ബെറ്ററായിരുന്നു. അത് വടക്കം പാട്ട് ഉൾപ്പെടെ പാരോ മറിച്ചവരുടെ ആ പാട്ടൊക്കെ കേട്ടാലും മതി. ഇങ്ങനെയുള്ള കുറേ പാട്ടുകൾ കോർത്തിണക്കിക്കൊണ്ട് ബോബൻ സാറ് ഉദയായുടെ അനശ്വര ഗാനങ്ങളെന്നും പറഞ്ഞ് 82 ഇറക്കിയായിരുന്നു. 87 അദ്ദേഹം ഇറക്കിയായിരുന്നു. ഇറക്കിയിട്ട് അതാണ് ലാസ്റ്റ് ഉദയയിൽ നിന്ന് വന്ന സാധനം. അത് ഷൂട്ട് ചെയ്തതല്ല, ഇനി പഴയ സിനിമയിൽ നിന്ന് അങ്ങനെ തന്നെ ഇറക്കി കയറ്റിയായിരുന്നു. പിന്നെ കുറേ പാടുന്ന രംഗങ്ങളും ഇൻസ്ട്രുമെൻസും ഒക്കെ കാണിച്ച്
അങ്ങനെ അതോടുകൂടി ലാസ്റ്റ് തീർന്നു. പിന്നെ ഉദയ അത് കഴിഞ്ഞ് സ്ഫോടനം അതുപോലെ പടത്തിന് വാടക കുടിക്കായിരുന്നു. അതിൽ വേറൊന്നുകൂടെ പറയാനുണ്ട്. ഫാസിലിൻ്റെ റാംജി റാവ് സ്പീക്കിങ്ങിൻ്റെ റീമേക്ക് അരങ്ങേറ്റ വേളയിൽ തമിഴ് അത് ഈ ഉദയയിൽ വെച്ചാണ് പിടിച്ചത്. ആ പഴയ തിയേറ്ററും ഡെമിയാറ്ററും പ്രഭു ഇപ്പോൾ എനിക്ക് ഡാൻസ് അതിൽ മുകേഷും സായികുമാറൊക്കെ കാണിച്ച പോലെ ഒരു ബെൽറ്റൊക്കെ കെട്ടി നല്ലൊരു മുഖംമൂടിയൊക്കെ ഇട്ട് ഒരു സീൻ പ്രഭു ഉൾപ്പെടാം. പ്രഭു നല്ല സിമ്പിൾ ഒരു മനുഷ്യനാണ്, എല്ലാവരുടെ സ്നേഹമാണ്. ഞാനവിടെ നിന്ന് കണ്ടതാണ്. അപ്പം നമ്മുടെ ഒരു ബന്ധുവായിരുന്നു രാരിച്ചൻ എന്ന പൗരൻ അഭിനയിച്ച ലത്തീഫ് സാറിൻ്റെ ആ ബലത്തിൽ ഞങ്ങളവിടെ പോയി കണ്ട് കുറേ നന്നാണ്. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയ എല്ലാ പടവും ഷൂട്ടിങ് ചെയ്യാൻ പറ്റിയത് വാടക കൊടുക്കാൻ. ഇപ്പോൾ ഒന്നും ഇല്ലത്. പുത്തൂരം വീടും പോയി, കുളവും പോയി, എല്ലാം പോയി. ഈ ലത്തീഫ് സാറ് ആരാണെന്ന് ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവും. KG ജോർജ് സാർ ഉൾപ്പെടെ രക്ഷപ്പെട്ടത് ലത്തീഫ് സാറിൻ്റെ കൈകൂടെയാണ്. രാരിച്ചെന്ന പൗരൻ സിനിമ ആ പഴയ കാലത്ത് ഇദ്ദേഹം ബാലനടനായിട്ട് വന്നു. ഇയാൾ ഒരുപാട് പടമുണ്ട്. കാരണം അയാൾ കഥ എഴുതുകയാണെന്നുള്ള സ്വന്തം സിനിമ നിർമ്മിച്ച്. പിന്നെ മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്നുള്ള പേരിൽ 3 പേര് നിധിയെടുക്കാൻ പോകുന്നുണ്ട്, കുഴിച്ചെടുക്കാൻ. അതിലൊരാൾ ലത്തീഫ് സാറാണ്. പിന്നെ ഇദ്ദേഹത്തിന് പെട്ടെന്ന് അറിയണമെങ്കിൽ വേറൊരു കാര്യം കൂടെയുണ്ട്. സത്യൻ്റെ കായംകുളം കൊച്ചിൻ്റെ സിനിമ കാണണം. സത്യൻ്റെ കായംകുളം കൊച്ചിൻ്റെ ഇദ്ദേഹം സത്യൻ്റെ കൗമാരക്കാരനായിട്ട് അഭിനയിക്കുന്നുണ്ട്. അതായത് കുരുക്കൾ ഇങ്ങനെ കയ്യാങ്കളി പഠിപ്പിക്കുന്നു, കായികാഭ്യാസം പഠിപ്പിക്കുന്നു. ഇദ്ദേഹം ഒരു മരത്തേക്ക് എറിയുന്നു നോക്കിയാണ്. മരത്തേക്ക് എറിയുന്നത് കണ്ടിട്ട് ഇദ്ദേഹത്തിനെ കുരുക്കൾ വിളിച്ച് ഉപദേശിച്ച് പിടിക്കുകയായിരുന്നു. അത് സത്യത്തിന് മുമ്പ് ഇദ്ദേഹമാണ് ആ സീൻ 3, 4, 5, 8, 10 സീൻ ഇയാൾ അഭിനയിച്ച്. പിന്നെ നെല്ല് സിനിമകളൊക്കെ ഉണ്ട്. പിന്നെ ഒരു ഫാസിലിൻ്റെ സ്ഥിരം പ്രൊഡക്ഷൻ മാനേജറായിരുന്നു അദ്ദേഹം. ഒരു വലിയ മനുഷ്യനായിരുന്നു അദ്ദേഹം. തമിഴ്നാട്ടിൽ അദ്ദേഹം അസുഖം വന്ന് പെട്ടെന്ന് മരിച്ചുപോയി. ഇദ്ദേഹത്തിൻ്റെ ജന്മം ആലപ്പുഴയിലാണ്. പിതാവിൻ്റെ കുടുംബം ഞങ്ങളുടെത്താണ്, മുഹമ്മയിലാണ്. അദ്ദേഹം മരണപ്പെട്ട് ഈ ലത്തീഫ് സാറെന്ന് പറയുന്ന മനുഷ്യൻ സിനിമയിൽ ഒഴിച്ചുകൂടാ. ഒരു സ്മരണയ്ക്ക് ഞാൻ ആലുവായിൽ ഒരു ഓഡിറ്റോറിയത്തിൽ പോയപ്പം ഈ സൽമാ ജോർജ് ഉണ്ട്, KS ജോർജ് ഉണ്ട്, വേറെ പലരുണ്ട് അവിടെ. KS ജോർജ് ഈ ലത്തീഫിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കരഞ്ഞ്. എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട കൂട്ടുകാരനായിരുന്നു. എനിക്ക് എൻ്റെ കൂടെ എല്ലാം കഥ എഴുതാനൊക്കെ സഹായിക്കുമായിരുന്നു. ആ മനുഷ്യൻ മരണപ്പെട്ടു പോയി. അത്രയൊരു കലാകാരനായിരുന്നു. അങ്ങനെ അറിയപ്പെടാത്ത പല കലാകാരന്മാരും ഉണ്ട്. മലയാള സിനിമയിൽ ഇങ്ങനെ ഒരുപാട് ഓർമ്മകൾ അനശ്വരമാക്കി വിട്ടുപോയി. അനശ്വരമായ ആൾക്കാരായിരുന്നു അന്ന്. നല്ല ആൾക്കാരായിരുന്നു. അത് വിട്ടുപോയി. ഇപ്പോൾ പുതിയ ഓരോരുത്തർ വന്നു, ഓരോരുത്തർ പുതിയത് പോകുന്നു എന്നല്ലാതെ ഒന്നിനൊരു പിടിയില്ല.